അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തിയിട്ടും തിരുവനന്തപുരം ഈഞ്ചക്കൽ വഞ്ചനാട് ഭവന നിർമ്മാണ സഹകരണ സംഘം തുറന്നു പ്രവർത്തിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി നിക്ഷേപകർ. കഴിഞ്ഞ 4 മാസമായി സംഘം പൂട്ടിക്കിടക്കുകയാണ്. BJP ബന്ധമുള്ളവരാണ് സഹകരണ സ്ഥാപനത്തിന്റെ തലപ്പത്തുള്ളതെന്ന് നിക്ഷേപകർ പറയുന്നു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. 54 കോടിയുടെ തട്ടിപ്പ് നടന്ന സ്ഥാപനത്തിൽ 4 മാസം മുൻപ് അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം മാത്രമാണ് അഡ്മിനിസ്ട്രേറ്റർ എത്തി ഓഫീസ് തുറന്നത്. അതും ഓഫീസ് മറ്റൊരു പൂട്ടിട്ട് പൂട്ടാൻ വേണ്ടിയായിരുന്നുവെന്ന് നിക്ഷേപകർ ആരോപിക്കുന്നു. പ്രസിഡന്റ് K. വിജയകുമാർ ഉൾപ്പെടെ കേസിൽ നേരത്തെ റിമാൻഡിലായിരുന്നു. ബാങ്കിന്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവരും ജീവനക്കാരും കളക്ഷൻ ഏജന്റുമാരും ചേർന്ന് പണം തട്ടിയെന്നാണ് ആരോപണം. 21 ലക്ഷം നമ്മൾ 2013 ശേഷം കൊണ്ടിട്ട് 21 ലക്ഷം രൂപ കൊണ്ടിട്ട് നമ്മൾ 2019 ക്ലോസ് ചെയ്യാൻ വേണ്ടി പോയി. 2019 കഴിഞ്ഞപ്പോൾ അവർ 20 ആകുമ്പോൾ തരാം. 20 ക്ലോസ് ചെയ്യാൻ അവർ കോവിഡിന്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു 21 22 തന്നില്ല. 22 അവസാനവും 23 പറഞ്ഞു. ഇപ്പം കുറച്ച് പ്രതിസന്ധിയിലാണ്. ആൾക്കാർ ലോൺ എടുത്തുകൊണ്ടിരിക്കുന്നത്. റിക്കവറി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. റിക്കവറി നടന്നു പറഞ്ഞാൽ നിങ്ങളെ പൈസ തരാം. പിന്നെ അവന്മാർ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നു. 2024 ഡിസംബർ അവസാനമൊക്കെ ആൾക്കാർ FIR ഇട്ടനുസരിച്ച് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യും. 4 പേരെ അറസ്റ്റ് ചെയ്യും. അവരെല്ലാം ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്യും. മൊത്തം 54 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. സംഘം തുറന്ന് പ്രവർത്തിക്കുന്നതിന് അഡ്മിനിസ്ട്രേറ്റർ തയ്യാറാകുക, നിക്ഷേപം തിരികെ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിനു മുന്നിൽ പ്രതിഷേധം നടന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കാലതാമസം ഉണ്ടാകരുതെന്നും സഹകരണ വകുപ്പ് ഊർജിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും നിക്ഷേപകർ ആവശ്യപ്പെട്ടു. News 18 തിരുവനന്തപുരം.